PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ 11 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ GK ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. 10th ലെവൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ആണ് തൊഴിൽ വാർത്തകൾ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ GK എന്നുള്ള പ്ലേലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാൾ. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാൾ. ഔദ്യോഗിക രേഖകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ K2 എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഔദ്യോഗിക രേഖകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ K2 എന്ന് അറിയപ്പെടുന്നുണ്ട്. തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. 8586 മീറ്ററാണ് കേട്ടോ. തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ, 8586 മീറ്റർ. ഹിമാലയത്തിലെ ഏത് ചുരമാണ് ഇന്ത്യയെയും കാന്തഹാറിനെയും ബന്ധിപ്പിക്കുന്നത്? ബോളൻ. ഹിമാലയത്തിലെ ഏത് ചുരമാണ് ഇന്ത്യയെയും കാന്തഹാറിനെയും ബന്ധിപ്പിക്കുന്നത്? ബോളൻ. രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശും ആസാമും കേട്ടോ. ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, ആസാം. മലനാട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഇടനാടാണ്. മലനാട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം എന്ന് പറയുന്നത് ഇടനാടാണ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് വാൾട്ടർ മെൻഡസ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് വാൾട്ടർ മെൻഡസ്. കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള മതവിഭാഗം ഹിന്ദുമതം. കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള മതവിഭാഗം ഹിന്ദുമതം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. വിനോദസഞ്ചാര കേന്ദ്രമായ ചരൽക്കുന്ന് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. വിനോദസഞ്ചാര കേന്ദ്രമായ ചരൽക്കുന്ന് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ കേട്ടോ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ശബരിഗിരി പദ്ധതി ഏത് നദിയിലാണ്? പമ്പയിലാണ് കേട്ടോ. ശബരിഗിരി പദ്ധതി ഏത് നദിയിലാണ്? പമ്പയിലാണ്. തിരുവനന്തപുരവും തിരുവിതാംകൂറിൻ്റെ വടക്കോട്ടുള്ള ഭാഗങ്ങളുമായി ജലഗതാഗതത്തിന് സൗകര്യമൊരുങ്ങിയത് ഏത് തുരങ്കത്തിൻ്റെ നിർമ്മാണത്തോടെയാണ്? വർക്കല തുരങ്കം. തിരുവനന്തപുരവും തിരുവിതാംകൂറിൻ്റെ വടക്കോട്ടുള്ള ഭാഗങ്ങളുമായി ജലഗതാഗതത്തിന് സൗകര്യമൊരുങ്ങിയത് ഏത് തുരങ്കത്തിൻ്റെ നിർമ്മാണത്തോടെയാണ്? വർക്കല തുരങ്കം. കുമരകം ഏത് കായലിൻ്റെ തീരത്താണ്? വേമ്പനാട്ട് കായൽ. കുമരകം ഏത് കായലിൻ്റെ തീരത്താണ്? വേമ്പനാട്ട് കായൽ. ഏത് നദിയിലാണ് കുറുവ ദ്വീപ്? കബനി. വയനാട് ജില്ലയിലെ കബനിയിലാണ് കുറുവ ദ്വീപ് ഉള്ളത് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി മ്യൂച്വൽ ഫണ്ട് അവതരിപ്പിച്ച ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ട് അവതരിപ്പിച്ച ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൺകൂർ ഏത് വർഷമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചത്? 2017 മാർച്ച് 31 കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൺകൂർ ഏത് വർഷമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചത്? 2017 മാർച്ച് 31. കമ്പനിയുടെ അറ്റ വരുമാനത്തിന്മേൽ അഥവാ ലാഭത്തിന്മേൽ ചുമത്തപ്പെടുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി. കമ്പനിയുടെ അറ്റ വരുമാനത്തിന്മേൽ അഥവാ ലാഭത്തിന്മേൽ ചുമത്തപ്പെടുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി. ചരക്കിനു പകരം ചരക്ക് എന്ന പഴയകാല കമ്പോള വ്യവസ്ഥിതിക്ക് പറയുന്ന പേര് ബാർട്ടർ. ചരക്കിനു പകരം ചരക്ക് എന്ന പഴയകാല കമ്പോള വ്യവസ്ഥിതിക്ക് പറയുന്ന പേര് ബാർട്ടർ. ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്നത് ഇക്വലൈസേഷൻ ലെവി. ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്നത് ഇക്വലൈസേഷൻ ലെവി. നികുതി വെട്ടിപ്പ് തടയാൻ ഇ-വേ ബിൽ നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. നികുതി വെട്ടിപ്പ് തടയാൻ ഇ-വേ ബിൽ നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്ന കാലയളവ് ഏത്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്ന കാലയളവ് ഏത്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഇന്ത്യയിൽ ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി തയ്യാറാക്കുന്നത് ധനമന്ത്രാലയം. ഇന്ത്യയിൽ ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി തയ്യാറാക്കുന്നത് ധനമന്ത്രാലയം. കയറ്റുമതി ഇറക്കുമതി നയങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന 1991 ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? മൻമോഹൻ സിംഗ്. കയറ്റുമതി ഇറക്കുമതി നയങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന 1991 ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? മൻമോഹൻ സിംഗ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്തെ അനുച്ഛേദങ്ങളുടെ എണ്ണം 395 കേട്ടോ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് അനുച്ഛേദങ്ങളുടെ അതായത് ആർട്ടിക്കിളുടെ എണ്ണം 395. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളി വനിതകളുടെ എണ്ണം 3. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളി വനിതകളുടെ എണ്ണം 3. ഭരണഘടനാ നിർമ്മാണ സഭ, ഇടക്കാല പാർലമെന്റ്, ലോകസഭ, രാജ്യസഭ എന്നിവിടങ്ങളിൽ അംഗമായ വനിത അമ്മു സ്വാമിനാഥൻ. ഭരണഘടനാ നിർമ്മാണ സഭ, ഇടക്കാല പാർലമെന്റ്, ലോകസഭ, രാജ്യസഭ എന്നിവിടങ്ങളിൽ അംഗമായ വനിത അമ്മു സ്വാമിനാഥൻ. ജനന സ്ഥലമോ താമസ സ്ഥലമോ പരിഗണിക്കാതെ എല്ലാ പൗരന്മാരെയും ഇന്ത്യൻ യൂണിയനിലെ പൗരന്മാരായിരിക്കും. അവർ ഇന്ത്യൻ യൂണിയനോട് കൂറ് പുലർത്താൻ ബാധ്യസ്ഥരായിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് സവിശേഷതയുടെ ഫലമായിട്ടാണ്? ഏകപൗരത്വം. ജനന സ്ഥലമോ താമസ സ്ഥലമോ പരിഗണിക്കാതെ
എല്ലാ പൗരന്മാരും ഇന്ത്യൻ യൂണിയനിലെ പൗരന്മാരായിരിക്കുകയും അവർ ഇന്ത്യൻ യൂണിയനോട് കൂറു പുലർത്താൻ ബാധ്യസ്ഥരായിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് സവിശേഷതയുടെ ഫലമായിട്ടാണ് ഏകപൗരത്വം. ഭാഗം 9A കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് 74-ാം ഭേദഗതി. ഭാഗം A കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് 74-ാം ഭേദഗതി. പ്രസവാനുകൂല്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 42 കേട്ടോ. 42-ാം അനുച്ഛേദത്തിലാണ് ആനുകൂല്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് കേട്ടോ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഏത് നിർദ്ദേശക തത്വത്തിൻ്റെ നിർവഹണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്? 43-ാമത്തെ കേട്ടോ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഏത് നിർദ്ദേശക തത്വത്തിൻ്റെ നിർവഹണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്? 43-ാമത്തെ. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് വിശേഷിക്കപ്പെടുന്നത് പ്രസിഡന്റിനെയാണ് കേട്ടോ. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് വിശേഷിക്കപ്പെടുന്നത് പ്രസിഡന്റ്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് കേട്ടോ. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതി. കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ പ്രിൻസിപ്പൽ ബെഞ്ച് എവിടെയാണ്? തിരുവനന്തപുരം. വഞ്ചിയൂരിലെ പഴയ കളക്ട്രേറ്റ് മന്ദിരം കേട്ടോ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ പ്രിൻസിപ്പൽ ബെഞ്ച് എവിടെയാണ്? തിരുവനന്തപുരം. വഞ്ചിയൂരിലെ പഴയ കളക്ട്രേറ്റ് മന്ദിരം കേട്ടോ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. കേരള ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം കേട്ടോ. കേരള ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. വിദ്യാഭ്യാസ ജില്ലയുടെ തലവൻ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസറാണ്. വിദ്യാഭ്യാസ ജില്ലയുടെ തലവെന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസറാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആദ്യ ചെയർമാൻ KP ശ്രീധര കൈമളാണ് കേട്ടോ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആദ്യ ചെയർമാൻ KP ശ്രീധര കൈമളാണ്. ജൈവ വൈവിധ്യ സംരക്ഷണവും ജൈവസമ്പത്തിൻ്റെ സുസ്ഥിരമായ ഉപയോഗവും കേരളത്തിൽ ഉറപ്പുവരുത്തുന്നതിനായി പ്രവർത്തിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലുള്ള സ്വയം ഭരണ സ്ഥാപനമാണ് ജൈവ വൈവിധ്യ ബോർഡ്. ജൈവ വൈവിധ്യ സംരക്ഷണവും ജൈവസമ്പത്തിൻ്റെ സുസ്ഥിരമായ ഉപയോഗവും കേരളത്തിൽ ഉറപ്പുവരുത്തുന്നതിനായി പ്രവർത്തിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലുള്ള സ്വയം ഭരണ സ്ഥാപനമാണ് ജൈവ വൈവിധ്യ ബോർഡ്. കിഫ്ബിയുടെ അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് കേട്ടോ. ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ് കേട്ടോ. കിഫ്ബിയുടെ അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിൻ്റെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ്. കേരള വനം വകുപ്പ് തലവൻ്റെ ഉദ്യോഗ പേര് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സ്. കേരള വനം വകുപ്പ് തലവൻ്റെ ഉദ്യോഗ പേര് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്സ് ആൻഡ് ഹെഡ് ഓഫ് ദ ഫോറസ്റ്റ് ഫോഴ്സ്. കേരള സർക്കാർ ജീവനക്കാരുടെ സേവനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്താനും ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമഗ്രമായി രേഖപ്പെടുത്താനും ശമ്പള വിതരണത്തിനുമായി തയ്യാറാക്കിയ ഓൺലൈൻ സംവിധാനമാണ് സ്പാർക്ക്. അതിൻ്റെ ഫുൾ ഫോം സർവീസ് ആൻഡ് പേ റോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. കേരള സർക്കാർ ജീവനക്കാരുടെ സേവനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്താനും ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമഗ്രമായി രേഖപ്പെടുത്താനും ശമ്പള വിതരണത്തിനുമായി തയ്യാറാക്കിയ ഓൺലൈൻ സംവിധാനമാണ് സ്പാർക്ക്. അതായത് അതിൻ്റെ ഫുൾ ഫോം സർവീസ് ആൻഡ് പേ റോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. അടുത്ത പോയിന്റ്, സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ ചെയർമാൻ ആര്? ആരോഗ്യമന്ത്രി കേട്ടോ. സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ ചെയർമാൻ ആര്? ആരോഗ്യ വകുപ്പ് മന്ത്രി. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ആണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ്. മനുഷ്യഹൃദയത്തിൻ്റെ മുകളിലത്തെ അറകൾ ഓറിക്കിളുകൾ അഥവാ ഏട്രിയങ്ങൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. മനുഷ്യഹൃദയത്തിൻ്റെ മുകളിലത്തെ അറകൾ ഓറിക്കിളുകൾ അഥവാ ഏട്രിയങ്ങൾ എന്നും പറയുന്നുണ്ട്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഹൃദയം. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഹൃദയം. രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറഞ്ഞ അവസ്ഥയാണ് അനീമിയ. രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയുന്ന അവസ്ഥയാണ് അനീമിയ. ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് O ട്ടോ. ആൻറ്റിജൻ അടങ്ങിയില്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. രക്തത്തിൽ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മ. രക്തത്തിൽ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മ. ഏറ്റവും ആയുസ് കൂടിയ ശ്വേതരക്താണു ലിംഫോസൈറ്റ് ആണ്. ഏറ്റവും ആയുസ് കൂടിയ ശ്വേതരക്താണു ലിംഫോസൈറ്റ്. നെഫ്രക്ടമി എന്നാൽ എന്ത്? നെഫ്രക്ടമി എന്നാൽ വൃക്ക നീക്കം ചെയ്യൽ ശസ്ത്രക്രിയ. നെഫ്രക്ടമി എന്നാൽ എന്ത്? വൃക്ക നീക്കം ചെയ്യൽ ശസ്ത്രക്രിയ. ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്ന പോഷകമേത്? ധാന്യകം. ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്ന പോഷകമേത്? ധാന്യകം. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗം ക്ലോമപിതാനം. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗം ക്ലോമപിതാനം. പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാകുന്ന ഊർജ്ജം ഗതികോർജ്ജം. പാടുന്ന വെടിയുണ്ടയിൽ ഉണ്ടാകുന്ന ഊർജ്ജം ഗതികോർജ്ജം.
കാലിഡോസ്കോപ്പിൻ്റെ പ്രവർത്തന തത്വം മൾട്ടിപ്പിൾ ഫിക്ഷനാണ് കേട്ടോ, റിഫ്ലക്ഷൻ. കാലിഡോസ്കോപ്പിൻ്റെ പ്രവർത്തന തത്വം മൾട്ടിപ്പിൾ റിഫ്ലക്ഷനാണ്. ഇനി നമുക്കിതിൽ ബോക്സുകളിലായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് നോക്കാം കേട്ടോ. ഇതര നാമങ്ങളും നദികളും. ഭാരതപ്പുഴയ്ക്ക് നിള എന്നും പേരാർ എന്നും പറയപ്പെട്ടോ. ഭാരതപ്പുഴ, നിള, പേരാർ. ചന്ദ്രഗിരിപ്പുഴ, പഴസ്വിനി, പെരുമ്പുഴ. ചന്ദ്രഗിരിപ്പുഴയെ പഴസ്വിനി, പെരുമ്പുഴ എന്നും പറയുന്നുണ്ട് കേട്ടോ. പെരിയാർ, ആലുവാപ്പുഴ. പെരിയാറിനെയാണ് അപ്പോൾ ആലുവാപ്പുഴ എന്ന് പറയുന്നത്. പയ്യന്നൂർ പുഴ വണ്ണാത്തിപ്പുഴയാണ് കേട്ടോ. പയ്യന്നൂർ പുഴയെ വണ്ണാത്തിപ്പുഴ എന്നും പറയുന്നുണ്ട്. മണിമലയാർ എന്ന് പറയുന്നത് വല്ലപ്പുഴയും പുല്ലുകയാർ എന്നും പറയുന്നുണ്ട് കേട്ടോ. മണിമലയാറിനെ വല്ലപ്പുഴ, പുല്ലുകയാർ. വള്ളിലപ്പുഴ എന്ന് പറയുന്നത് തിരൂർ പുഴയാണ് കേട്ടോ. അപ്പോൾ തിരൂർ പുഴയെ വള്ളിലപ്പുഴ എന്നും പറയപ്പെടുന്നുണ്ട്. താണിക്കുടം പുഴ എന്ന് പറയുന്നത് വിയ്യൂർ പുഴയാണ് കേട്ടോ. താണിക്കുടം പുഴ, വിയ്യൂർ പുഴ. കേച്ചേരി പുഴ എന്ന് പറയുന്നത് വടക്കാഞ്ചേരി പുഴ അഥവാ ആലൂർ പുഴ എന്ന് പറയുന്നുണ്ട്. കേച്ചേരി പുഴയാണ് വടക്കാഞ്ചേരി പുഴ അല്ലെങ്കിൽ ആലൂർ പുഴ എന്ന് പറയുന്നത്. കടലുണ്ടിപ്പുഴയെ കരിമ്പുഴ എന്നും പറയപ്പെടുന്നുണ്ട്. കടലുണ്ടിപ്പുഴയെ കരിമ്പുഴ എന്നും പറയുന്നുണ്ട്. മീനച്ചിലാറിനെ കവണാർ എന്നും ഗൗണാർ എന്നും പറയുന്നുണ്ട് കേട്ടോ. മീനച്ചിലാറിനെ കവണാർ എന്നും ഗൗണാർ എന്നും പറയുന്നുണ്ട്. തലശ്ശേരിപ്പുഴയെ കുയ്യാലിപ്പുഴ എന്ന് പറയുന്നുണ്ട്. തലശ്ശേരിപ്പുഴയെ കുയ്യാലിപ്പുഴ. കണ്ണാടിപ്പുഴയിലെ ചിറ്റൂർ പുഴ എന്ന് പറയുന്നുണ്ട് കേട്ടോ. കണ്ണാടിപ്പുഴയെ ചിറ്റൂർ പുഴ. ഭാരതപ്പുഴയെ പൊന്നാനിപ്പുഴ എന്നും പറയുന്നുണ്ട്. ഭാരതപ്പുഴയെ പൊന്നാനിപ്പുഴ എന്നും പറയുന്നുണ്ട്. കൂടാതെ ഭാരതപ്പുഴ നമ്മൾ നിള എന്നും പേരാർ എന്നും പറയുന്നുണ്ട് കേട്ടോ. തലശ്ശേരിപ്പുഴയെ പൊന്നിയം പുഴ എന്നും പറയുന്നുണ്ട്. തലശ്ശേരിപ്പുഴയെ പൊന്നിയം പുഴ എന്നും പറയുന്നുണ്ട്. ചാലിയാറിനെ പൊൻപുഴ. ചാലിയാറിനെയാണ് അപ്പോൾ പൊൻപുഴ എന്ന് പറയുന്നത്. കാര്യങ്കോട് പുഴയെയാണ് തേജസ്വിനി എന്ന് പറയുന്നത് കേട്ടോ. കാര്യങ്കോട് പുഴയെയാണ് തേജസ്വിനി എന്ന് പറയുന്നത്. ഇനി അപരനാമങ്ങളും നദികളും. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയെയാണ് കേട്ടോ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയെയാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ് കേട്ടോ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ കേട്ടോ. ഇനി ആകൃതിയും തടാകങ്ങളും. പനയിലെ ആകൃതിയിലുള്ളതാണ് അഷ്ടമുടി തടാകം കേട്ടോ. പനയിലയുടെ ആകൃതിയാണ് അഷ്ടമുടി തടാകത്തിന്. ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയാണ് പൂക്കോട് തടാകത്തിന് കേട്ടോ. ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയാണ് പൂക്കോട് തടാകത്തിന്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയാണ് ശാസ്താംകോട്ട തടാകത്തിന്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയാണ് ശാസ്താംകോട്ട തടാകത്തിന്. ഹൃദയത്തിൻ്റെ ആകൃതിയാണ് മേപ്പാടി, അതായത് ചെമ്പ്രയിലുള്ള മേപ്പാടി തടാകത്തിന് കേട്ടോ. ഹൃദയത്തിൻ്റെ ആകൃതിയാണ് മേപ്പാടി തടാകത്തിന്, ചെമ്പ്രയിലുള്ള മേപ്പാടി തടാകത്തിന് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ആട്ടക്കഥകളും രചയിതാക്കളും കേട്ടോ. ആട്ടക്കഥകളും രചയിതാക്കളും ഈ ഒരു ബോക്സും കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടേ. പാർവതി പരിണയം എന്ന ആട്ടക്കഥ രചിച്ചത് ആർ രാമചന്ദ്രൻ നായരാണ്. പാർവതി പരിണയം എന്ന ആട്ടക്കഥ രചിച്ചത് ആർ രാമചന്ദ്രൻ നായർ. പൂതന മോക്ഷം എന്നുള്ള ആട്ടക്കഥ രചിച്ചത് അശ്വതി തിരുനാൾ രാമവർമ്മ. പൂതന മോക്ഷം എന്ന ആട്ടക്കഥ രചിച്ചത് അശ്വതി തിരുനാൾ രാമവർമ്മ. ഭഗവതം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാൻ. ഭഗവതം കോട്ടയത്ത് തമ്പുരാൻ. ബുദ്ധചരിതം NV കൃഷ്ണവാര്യർ കേട്ടോ. ബുദ്ധചരിതം എന്നുള്ള ആട്ടക്കഥ രചിച്ചത് NV കൃഷ്ണവാര്യർ. അമ്പ എന്ന ആട്ടക്കഥ രചിച്ചത് ഒളപ്പമണ്ണ. അമ്പ എന്ന ആട്ടക്കഥ രചിച്ചത് ഒളപ്പമണ്ണ. രാവണ വിജയം എന്നുള്ള ആട്ടക്കഥ രചിച്ചത് കരീന്ദ്രൻ. അതായത് കിളിമാനൂർ കോയിത്തമ്പുരാനെയാണ് കരീന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ രാവണ വിജയം കരീന്ദ്രൻ അഥവാ കിളിമാനൂർ കോയിത്തമ്പുരാൻ. ഉത്തരാ സ്വയംവരം ഇരയിമ്മൻ തമ്പി കേട്ടോ. ഉത്തരാ സ്വയംവരം ആട്ടക്കഥ ഇരയിമ്മൻ തമ്പി. ഒളിവർ വിജയം എന്നുള്ളത് കട്ടക്കയം ചെറിയാൻ മാപ്പിള. ഒളിവർ വിജയം എന്ന് പറയുന്നത് എന്ന ആട്ടക്കഥ രചിച്ചത് കട്ടക്കയം ചെറിയാൻ മാപ്പിള. ഔഷധാഹരണം എന്നുള്ളത് വള്ളത്തോൾ എഴുതിയതാണ് കേട്ടോ. ഔഷധാഹരണം ആട്ടക്കഥ വള്ളത്തോൾ. കർണശബദം ആട്ടക്കഥ മാലി. മാലി എന്ന് പറഞ്ഞാൽ V മാധവൻ നായരാണ് മുഴുവൻ പേര് കേട്ടോ. കർണശബദം മാലി അഥവാ V മാധവൻ നായർ. കല്യാണ സൗഗന്ധികം കോട്ടയത്ത് തമ്പുരാനാണ് കേട്ടോ. കാലകേയവധവും കോട്ടയത്ത് തമ്പുരാണ്. കല്യാണ സൗഗന്ധികം കാലകേയവധം ആട്ടക്കഥകൾ എഴുതിയത് കോട്ടയത്ത് തമ്പുരാനാണ്. ഡോക്ടർ ഫൗസ്റ്റ് ഐമനം കൃഷ്ണക്കൈമൾ എഴുതിയതാണ് കേട്ടോ. ഡോക്ടർ ഫൗസ്റ്റ് ഐമനം കൃഷ്ണക്കൈമൾ എഴുതിയതാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ GK പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പാർട്ട് 3 നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്